ജലീലൊക്കെ ഇപ്പൊ എന്തിനെത്തിയുള്ള നോക്കാലോ. ചലഞ്ചിൽ കൊടുത്തത് ഇത് ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ വന്ന് കരഞ്ഞു തന്നതാണ്. ഈ ധോത്തി ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നടത്തിയിരുന്നു. അത് സുഹൃത്തുക്കളെ, നമ്മുടെ ജലീൽ സാഹിബ് വീണ്ടും എത്തിയിട്ടുണ്ട്. യൂത്ത് ലീഗിനെ എങ്ങനെയെങ്കിലും തറ പറ്റിക്കുക, തകർത്ത് തരിപ്പണമാക്കി ഒരു മൂലയ്ക്കാക്കുക എന്നത് മാത്രമാണ് ജലീൽ ഖാന്റെ ഉദ്ദേശം. ജലീൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവിനെ കുറ്റിപ്പുറത്തുനിന്ന് ഒരു മൂലക്കിരുതിയിലാണ് ഇങ്ങോട്ട് വന്നത്, നമ്മുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇടപെടിച്ചത്. അന്ന് മുതലേ ഇദ്ദേഹത്തെ കേരളം മുഴുവൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. ഇദ്ദേഹം എന്തെങ്കിലും പറയുകയാണെങ്കിൽ ചുമ്മാ പറയില്ല, വിത്ത് എവിഡൻസോട് കൂടി മാത്രമാണ് ജലീൽ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ സംസാരിക്കാറുള്ളത്. എന്തായാലും കേൾക്കാം. ധോത്തി കൊടുക്കുക, 2 ലക്ഷം തുണികൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പരിപാടി ഇട്ടിരുന്നത്. ഓർഡർ അതിനേക്കാളും കൂടി. അങ്ങനെ 2,72,000 തുണികൾ, 3 ലക്ഷത്തിനടുത്ത്. 600 രൂപയാണ് ഒരു തുണിക്ക് വാങ്ങിയത്. അതിൽ 100 രൂപ സംഘടനക്ക്. സുഹൃത്തുക്കളെ, നല്ലൊരു കാര്യമാണ്. കാരണം വലിയ പണിയും തുറയൊന്നുമില്ല ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ എങ്ങനെ പൈസ ഉണ്ടാക്കണം. അപ്പോൾ മുസ്ലിം ലീഗ് ഇപ്പൊ നടത്തിയിരിക്കുന്നത് ധോത്തി ചലഞ്ച് നടത്തിയെന്നുള്ളതാണ്. മുണ്ട് കൊടുക്കുക. അങ്ങനെ അവരെണ്ണെടുത്തപ്പോൾ ഈ പാവപ്പെട്ട അണികൾ, വിഡ്ഢികളായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ അണികൾ മുഴുവൻ 600 രൂപയ്ക്ക് വേണ്ടിയിട്ട് 600 രൂപ കൊടുത്ത് ധോത്തി വാങ്ങിക്കാൻ തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നത് നമ്മുടെ മാർക്കറ്റിലൊക്കെ 250 രൂപ വെച്ചിട്ട് 250, ജലീൽ പറഞ്ഞ 200 250 രൂപയ്ക്കും അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള മുണ്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്തായാലും അവിടെ കിടക്കട്ടെ. ഇനി അങ്ങനെ ആരെങ്കിലും സംശയമുണ്ട് 250 രൂപയ്ക്ക് കിട്ടൂല എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ബന്ധപ്പെടണേ. ഇതിന് താഴത്ത് ഒന്ന് കമന്റ് അടിച്ചാൽ മതി. പൈസയും മറ്റൊക്കെ നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 250 രൂപയ്ക്ക് ഒരു മുണ്ട്, വെളുത്ത മുണ്ട്, ഡബിൾ മുണ്ട് ഞാൻ വേണമെങ്കിൽ വാങ്ങിച്ച് അയച്ചു തരുന്നതായിരിക്കും. അത് വേറെ കാര്യം കേട്ടോ. വലിയ ആൾക്കാർ ചലഞ്ചിന് വന്നാൻ വേണ്ടിയിട്ടാണ് 250 രൂപയ്ക്ക്. ഇദ്ദേഹം 200 പറയുന്നത്. ഒരു പക്ഷേ 250 എന്ന് പറയുന്നത് എണ്ണം കൂടുതലുണ്ടെങ്കിൽ 200 രൂപയ്ക്കും അത് നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ട്. അത് വേറെ കാര്യം. എന്തായാലും 600 രൂപയ്ക്ക് പാവം മുസ്ലിം ലീഗിന്റെ അണികള്, ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാർ പറഞ്ഞ ആ ധോത്തി ചലഞ്ചിന്റെ ഭാഗമായിട്ട് ധോത്തി വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഒരു കണക്കുണ്ട് കേട്ടോ. എത്ര ലക്ഷമായിരിക്കും ഇവര് ഈ ധോത്തി ചലഞ്ചിന്റെ ഭാഗമായിട്ട് ഈ മുസ്ലിം ലീഗർ, യൂത്ത് ലീഗർ കൈക്കലാക്കിയിട്ടുണ്ടായിരിക്കുക. PK ഫിറോസും മറ്റും കണക്ക് നോക്കാം. ജലീൽ പറയുന്നുണ്ട്. 100 രൂപ സംഘടനക്ക് എന്ന് പറയുമ്പോൾ അതില് 20 രൂപ സംസ്ഥാന കമ്മിറ്റിക്ക്, 20 രൂപ ജില്ലാ കമ്മിറ്റിക്ക്, 20 രൂപ മണ്ഡലം കമ്മിറ്റിക്ക്, 20 രൂപ പഞ്ചായത്ത് കമ്മിറ്റിക്ക്, 20 രൂപ ശാഖാ കമ്മിറ്റി. ഇങ്ങനെ 100 രൂപ സംഘടനക്ക് വേണ്ടിയിട്ട്. നല്ല കാര്യം. എന്തൊരു ചലഞ്ച് അല്ലേ അതിന്റെ. അപ്പൊ സംഘടനയുടെ വളർച്ചയ്ക്ക് നല്ല കാര്യമാണ്. മോശമുള്ള കാര്യം. ആളുകള് യൂത്ത് ലീഗ് പ്രവർത്തകരെ പറഞ്ഞു ധരിപ്പിച്ചത് ഏതാണ്ട് 500 രൂപ വിലയുള്ള തുണിയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നല്ല കാര്യം. നമുക്ക് കൃത്യമായിട്ട് പ്രവർത്തകരെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. 500 രൂപ വിലയുള്ള തുണിയാണ് നിങ്ങൾക്ക് തരുന്നത്. അത് നമുക്ക് ഇങ്ങനത്തെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് 600 രൂപയ്ക്കാണ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അത് 600 രൂപക്ക് അവർക്ക് മാർക്കറ്റിൽ സാധാരണ കിട്ടുക 600 രൂപക്കാണ്, അല്ലെങ്കിൽ 800 രൂപയ്ക്ക് ആയിരിക്കും കിട്ടുക. അങ്ങനെ 700 രൂപക്ക് കിട്ടുന്ന തുണിയാണ് 700 രൂപയ്ക്ക് കിട്ടുന്ന 600 രൂപക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാണ് ഈ 600 രൂപ സംഘടിപ്പിച്ചത്. 2,72,000 ധോത്തികൾ വിറ്റാല് 600 രൂപ വെച്ച് വിറ്റാൽ ഏതാണ്ട് 16 കോടി 32 ലക്ഷം രൂപയാണ് കിട്ടുക. ഞാൻ ഏകദേശം പരിപാടി നിർത്തുകയാണ്. എന്റെ വർത്തമാനം പറച്ചിൽ ഞാൻ നിർത്തുക എന്നൊക്കെ അർത്ഥം. എത്ര കിട്ടുന്ന പറഞ്ഞു ഞാൻ എത്ര ഒന്നും പറഞ്ഞേ. 2,72,000 ധോത്തികൾ ഒന്നിന് 600 രൂപ വെച്ച് വിറ്റാൽ ലഭിക്കുന്ന സംഖ്യ 16 കോടി 32 ലക്ഷം. അത്ര മതി 16 കോടി. സുഹൃത്തുക്കളെ, വളരെ നീറ്റായിട്ട് സ്വന്തം മണികളെ നമ്മുടെ മുസ്ലിം ലീഗുകാര് ചിരിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞ് വളരെ മാറ്റി നിർത്തുകയാണ്. എത്ര വൃത്തിയായിട്ടാണ് നമ്മുടെ ചില സ്കാമുകളെല്ലാം നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ നടത്തുന്നതാണ്. അത് ഈ മുസ്ലിം ലീഗത്തെ ആളുകളൊക്കെ ചിലപ്പോൾ മഹാ അബദ്ധങ്ങളാണ് ഇവരൊക്കെ. കാരണം ഇതാണ് സ്വർഗത്തിലേക്കുള്ള പാത എന്നൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും.
മുസ്ലിം ലീഗിന്റെ കോണിയില്ലേ, അതണ്ട് കയറി കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്കുള്ള വഴിയാന്നൊക്കെ വിചാരിക്കുന്ന പല ആൾക്കാരുണ്ട്. നിഷ്കളങ്കരാണ് കേട്ടോ, ഭയങ്കര നിഷ്കളങ്കര. നോക്കൂ, 600 രൂപയ്ക്കാണ് ഇവർ തുണി, ഒരു ധോത്തി വാങ്ങിക്കുന്ന മുണ്ട്. എന്നൊരു കൊടുത്ത മുണ്ടിന്റെ ക്വാളിറ്റിയോ രണ്ടാമത്തെ ഒടുക്കലിന് സംഗതി കീറിപ്പോയി. ഇവരാരെങ്കിലും കുറ്റം പറയും. പക്ഷേ ഇതിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 16 കോടി രൂപയാണ്. 16 കോടി രൂപയാണ് ഇവർ വളരെ നൈസായിട്ട് മുക്കിയിരിക്കുന്നുണ്ട് അർത്ഥം. അതും കയ്യിൽ വെച്ച് നടക്കുകയാണ് ഇവന്മാരെന്നർത്ഥം. ഒന്ന് ആലോചിക്കും, എത്ര ഭീകരമായിട്ടുള്ള സ്കാമാണ്. പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയും മറ്റും വേണ്ട, നമ്മുടെ ചാനൽ പ്രവർത്തകർ ഇത്തരം വിഷയങ്ങളൊന്നും കൊണ്ടുവരില്ല. അത് മുഴുവൻ CPM-ൻ്റെകാർ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നടത്തി കഴിഞ്ഞാൽ അവരെ തലേക്ക് കയറിയിട്ട്, പക്ഷെ നീറ്റായിട്ട് നടത്തുന്നുണ്ടായിരിക്കാം, എല്ലാം സത്യസന്ധമായിരിക്കും. പക്ഷെ എന്നാൽ അവരെ നെഞ്ചത്തേക്ക് എവിടെയെങ്കിലും ഒരു ഉറുപ്പിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് മേലെ കയറും. നമുക്കറിയാം, ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഓട്ടോറിക്ഷയ്ക്ക് കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് 1 രൂപ 2 രൂപയ്ക്ക് പിരിച്ച ഒരു മനുഷ്യനെ എന്താണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്ത് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ ഈ 16 കോടി വളരെ നൈസായിട്ട് മുക്കിയ ഇവർക്കെതിരൊന്നും ഒരു പ്രശ്നവുമില്ല. അത് ഇദ്ദേഹം പറയുന്ന PK ഫിറോസും മറ്റുള്ള ആൾക്കാരൊക്കെ മുക്കി എന്നുള്ളതാണ്. എന്തൊരു ഭീകരം അല്ലേ? അല്ലെങ്കിൽ ഇത്രയധികം പൊട്ടന്മാരാണോ ഇവന്മാരൊക്കെ ഇതിലുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ സംശയം കേട്ടോ. ബൈ.